പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ജോസുകുട്ടി ജോർജ് കാഞ്ഞിരത്തുമുട്ടിൽ. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. കോട്ടയം ജില്ലയിൽ 2 നിയമസഭാ മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകൃതമാകുന്നത് 2008-ലാണ്. 2009-ലാണ് പത്തനംതിട്ടയിൽ ആദ്യമായി ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത്. UDF-നെ പ്രതിനിധീകരിക്കുന്നത് ആന്റണിയും LDF-നെ പ്രതിനിധീകരിക്കുന്നത് K. അനന്തഗോപനും BJP പ്രതിനിധീകരിക്കുന്നത് B. രാധാകൃഷ്ണ മേനോനുമായിരുന്നു. 2009-ലെ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ കണക്കിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 2009-ൽ UDF-ന് ലഭിച്ച വോട്ട് 4,08,232 വോട്ടാണ്. CPM-നാവട്ടെ 2,97,026 വോട്ടുകളാണ് ലഭിക്കുന്നത്. ആ വർഷം BJP-ക്ക് 56,296 വോട്ടും ലഭിച്ചു. എന്നാൽ 2014 ആയപ്പോഴത്തേനും ഈ കണക്കുകൾ മാറി മറിഞ്ഞു. വിജയം UDF-നൊപ്പം നിന്നെങ്കിലും UDF-ന്റെ വോട്ടിൽ ഗണ്യമായ കുറവുണ്ടായി. 3,58,842 വോട്ടുകളായിട്ട് UDF-ന്റെ വോട്ട് കുറയുകയുണ്ടായി. അതേസമയം LDF-ന്റെ ഫിലിപ്പോ തോമസ് ആയിരുന്നു ആ വർഷം 2014 ആന്റണിക്ക് എതിരുണ്ടായിരുന്നത്. ഫിലിപ്പോ തോമസ് 3,02,651 വോട്ടുകൾ നേടുകയുണ്ടായി. ഈ 2014 വർഷം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് BJP ആയിരുന്നു. 58,000 വോട്ട് വീതം ഉണ്ടായിരുന്ന BJP അത് നിലം മെച്ചപ്പെടുത്തി. MD രമേശ് എന്നായിരുന്നു അവരുടെ സ്ഥാനാർത്ഥി. നിലം മെച്ചപ്പെടുത്തി 1,38,954 വോട്ടുകളാക്കി. ഈ വർഷം BJP വിജയം കണക്കാക്കുന്നതിൽ ഒരു മണ്ഡലം പത്തനംതിട്ടയാണ്. പക്ഷേ കണക്കുകൾ എങ്ങനെ മാറി മറിഞ്ഞ് നോക്കിയാലും ഈ വർഷം അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നമുക്ക് ആദ്യം നോക്കാം. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് സിറ്റിംഗ് MP ആന്റണിയാണ്. LDF-ന് വേണ്ടി ആറന്മുള MLA വീണ ജോർജും BJP-ക്ക് വേണ്ടി K. സുരേന്ദ്രനുമാണ് അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ ഒരു വെള്ളപ്പൊക്ക കാലം കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങിച്ചെന്ന ഒരു നേതാവായിരുന്നു വീണ ജോർജ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അവരുടെ മണ്ഡലം വെള്ളത്തിനിടയിലായിരുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെയും അവരിൽ ജനങ്ങളിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലുവാനും ഒരു നല്ല പ്രീതി നേടുവാനും അവരെ സഹായിച്ചു. ആന്റണി ആവട്ടെ കഴിഞ്ഞ 10 വർഷത്തെ സേവനം ജനങ്ങൾക്കിടയിലേക്ക് നിരത്തിക്കൊണ്ടാണ് അവർ ജനവിധി തേടുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ആന്റണിയെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു വിമർശനമുണ്ടെങ്കിലും അദ്ദേഹം ഈ വർഷവും അദ്ദേഹത്തിന്റെ നില മെച്ചപ്പെടുത്തുമെന്നാണ് UDF-ന്റെ വിശ്വാസം. എന്നാൽ നേരെ മറിച്ച് ഈ വർഷം എന്ത് വില കൊടുത്തും പത്തനംതിട്ട നേടുമെന്നാണ് LDF-ന്റെ വാദം. BJP പറയുന്നത് ഈ വർഷം 40% വരുന്ന ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും അത് BJP-ക്ക് പോൾ ചെയ്യപ്പെടുകയും ബാക്കി വരുന്ന 60% വോട്ടുകൾ, അതായത് 60% ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെടുന്ന വോട്ടുകളും മറ്റു വോട്ടുകളും സ്പ്ലിറ്റായി പോയി. അത് 2 ക്രിസ്ത്യാനികളാണ് മത്സരിക്കുന്നത്. അവർക്ക് സ്പ്ലിറ്റായി പോയിക്കൊണ്ട് BJP-ക്ക് അവിടെ വിജയം ലഭിക്കുമെന്നാണ്. പക്ഷെങ്കിൽ കണക്കുകളിലുള്ള വൈരുദ്ധ്യം നിങ്ങൾ മനസ്സിലാക്കണം. 1,38,000 വോട്ടുകൾക്ക് ആണ് കഴിഞ്ഞ പ്രാവശ്യം MD രമേശ് അവിടെ നേടിയത്. എങ്ങനെ കണക്ക് കൂട്ടിയാലും 3 ലക്ഷം വോട്ടുകൾ മുകളിൽ വേണം അവിടെ ജയിക്കുവാനായിട്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് പറയുന്ന റിപ്പോർട്ടിനനുസരിച്ച് 1 ലക്ഷം വോട്ട് BJP-ക്ക് കൂടുതൽ ലഭിക്കും. പൂഞ്ഞാറാശാൻ PC ജോർജ് അവിടെ ചേക്കേറിയെങ്കിലും PC ജോർജ് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം വോട്ട് മാക്സിമം ലഭിക്കുമെന്നാണ് അവരുടെ കണക്കുകൾ. പക്ഷേ എങ്ങനെയാണ് അവിടെ വിജയിക്കുക? BJP-ക്ക് 3 ലക്ഷത്തിൽ വോട്ടുകൾക്ക് പകരം അവിടെ നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. പല സ്ഥലങ്ങളിലും ഇറങ്ങി നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ പറയുന്നത് ശബരിമല പ്രശ്നത്തിൽ ഞങ്ങൾക്ക് സർക്കാരിനോട് വിരോധമുണ്ട്, പക്ഷേ ഞങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യില്ല എന്നാണ്. രാമജപ റാലികളിൽ ഏറ്റവും മുന്നിൽ നിന്ന ആൾക്കാർ വരും പറയുന്നത് ഞങ്ങൾക്ക് ഒരു പാർട്ടിയുണ്ട്, ആ പാർട്ടിക്ക് ഒരു ചിഹ്നമുണ്ട്, ആ ചിഹ്നത്തിൽ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്നാണ്. പിന്നെ എങ്ങനെയാണ് BJP ജയിക്കുമെന്ന് പറയുന്നത്? ശബരിമല വിശ്വാസത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും എല്ലാം ആ ഒരു ആചാരാനുഷ്ഠാനങ്ങളെ അതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും.
പക്ഷെങ്കിൽ ഞാനും അവിടെ സമരത്തിന് വന്നിരിക്കാം. സമരത്തിന് വരുമ്പോൾ എൻ്റെ തലയും അവിടെ എണ്ണിയിരിക്കാം. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ശബരിമല പ്രശ്നത്തിൽ അവിടെ എത്തിപ്പെട്ടത്. അത് പത്തനംതിട്ട നിന്നുള്ള ആൾക്കാർ മാത്രമല്ല. പിന്നെ എങ്ങനെയാണ് BJP അവിടെ ജയിക്കും എന്ന് പറയുന്നത്? കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവർ പറയുന്നത് കെ സുരേന്ദ്രൻ എന്നൊരു നേതാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമല പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കിയവർക്കും ശബരിമല പ്രശ്നം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആൾക്കാർ തീർച്ചയായിട്ടും UDF-നായിട്ട് വോട്ട് ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. ഈ പ്രശ്നങ്ങളെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും 3 പാർട്ടികളും കണക്കുകൾ കൂട്ടിയും കുറച്ചും അവർ വിജയപ്രതീക്ഷ നേടുന്നു. കൂടുതൽ ആൾക്കാരും സപ്പോർട്ടും പുറമേ ഉള്ള സപ്പോർട്ടുകൾ വീണയ്ക്ക് അനുകൂലമാണെങ്കിലും കോൺഗ്രസ്സുകാരുടെ പ്രതീക്ഷ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ആൻഡോ ജയിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല ഒരു അവലോകനമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുവാൻ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു.